ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ജെല്ല് വെച്ചിട്ടുള്ളൊരു സോപ്പാണ് കേട്ടോ. സോപ്പൊക്കെ നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല. ഒരു സോപ്പ് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കണതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസ് മെഷർ ചെയ്യാം. പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ വെയ്റ്റ് മെഷീനും അതിന് മുകളിലൊക്കെ ഒരു പാത്രം വെച്ച ഒരു പാത്രത്തിന് വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. 6 സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്, 90 ഗ്രാമിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 550 ഗ്രാമിൻ്റെ അടുത്ത് ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഗ്രാമിലെടുക്കാതെ ഒരു 10 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 12 ഗ്രാമോ ഒക്കെ കൂടുതലെടുക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു 550 ഗ്രാം എടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരമാണ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള അതിലോട്ട് ചേർക്കാനുള്ള മിക്സിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റ് മെഷീനും പിന്നെ ഇതെന്ന് പറയുന്നത് നീമിൻ്റെ ജെല്ലാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ജെല്ലാണ്. നീമിൻ്റെ ജെല്ല് അവൈലബിൾ ആണ്, ഹിബിസ്കസിൻ്റെ ജെല്ല് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അലോവേറയുടെ ജെല്ലും ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നീമിൻ്റെ ജെല്ല് ഞാനൊരു 25 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. നമുക്കൊന്നല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടും, അതാണെങ്കിലും ചേർത്താൽ മതിയാകും കേട്ടോ. ഇപ്പോൾ ഞാനൊരു 1 ഗ്രാമിൻ്റെ അടുത്താണ് വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് വെജ് ഗ്ലിസറിനാണ്. ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, ഗ്ലിസറിൻ്റെ ബേസ് ആണല്ലോ, പിന്നെ എന്തിനാണ് ഗ്ലിസറിൻ ചേർക്കണമെന്നുള്ളത്. അപ്പോൾ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർക്കാം, ഇനി ചേർത്തില്ല എന്ന് വെച്ചും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഗ്രാമിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഇത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. 1 ഗ്രാമിൻ്റെ അടുത്ത് ആൽമണ്ട് ഓയിലും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 30 ഗ്രാമിൻ്റെ അടുത്താണ് നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു മിക്സിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലാണ് നമ്മുടെ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്തിരിക്കുന്ന ആ ഒരു ഓയിലും ഇതെല്ലാം കൂടി മിക്സാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ കളറിലൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കി കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു മിക്സ് കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ആ ഒരു സമയത്തേക്ക് നമ്മുടെ ബേസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു കട്ട കെട്ടിയ പോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു ബേസിൻ്റെ മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടിട്ട് ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞപ്പോൾ അതൊന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ കുറച്ച് നേരം മിക്സാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ബേസായിട്ട് ആ ഒരു നമ്മൾ ചേർത്തിരിക്കുന്ന മിക്സ് നല്ല രീതിയിൽ യോജിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഫൈനൽ എന്ന് പറയുന്നത് മിക്സാക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളതിലോട്ട് ഫ്രാഗ്രൻസ് കളറുകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിയേഴ്സിൻ്റെ മോഡിലാണ് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനത്തെ നമ്മുടെ മിക്സ് നമ്മൾ വാങ്ങി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രാഗ്രൻസൊക്കെ ഓരോരുത്തരുടെ ചോയ്സിന് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല സ്മെല്ല് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് സ്മെല്ല് വേണ്ട, ചിലർക്ക് ലൈറ്റായിട്ട് മതിയാകും, ചിലർക്ക് നല്ല രീതിയിൽ വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് 1 കിലോ ബേസിലേക്ക് 20 മുതൽ 25 വരെ ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ലൈറ്റായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ ഒരു 2 ഡ്രോപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കളർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരുപാട് ഡാർക്ക് ഗ്രീനാക്കി അങ്ങനെയൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യമേ 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മുടെ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടെ ഒരു കളർ വേണമെന്നുള്ള രീതിയിൽ 1 ഡ്രോപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ അതൊന്ന് മിക്സാക്കി എടുക്കണം. ഒട്ടും സമയം കളയാതെ നമുക്കിനി മോഡിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സമയം കഴിയുന്തോറും ഇത് നമ്മളെ കട്ടയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, നമ്മൾ വേഗം മിക്സാക്കിയിട്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മിക്സും അതുപോലെ തന്നെ മോൾഡെല്ലാം ഒരേ കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വേഗം മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്.
പിന്നെ നമ്മളിത് സെറ്റ് ആവാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല, വെയിലത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല, അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർക്ക് ചോദിക്കുന്ന ഒരു ഡൗട്ടാണിത്, ബിഗിനറൊക്കെ ആയിട്ടുള്ള കൂട്ടുകാർ. പിന്നെ ഇതേ നമ്മൾ ഓരോരോ ഷേപ്പിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്പൂൺ വെക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരുപാട് ചിലപ്പോൾ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് പതയൊന്നും വന്ന് കൂടുന്നില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ജെല്ലൊക്കെ വെച്ചിട്ട് സോപ്പ് ചെയ്യുമ്പോൾ എബോവ് 6 മന്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ ഷേപ്പിലായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ ചെറുതായിട്ട് പതയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കൊന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത് റബ്ബിംഗ് ആൽക്കഹോളാണ് കേട്ടോ. ഇത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതിയാകും. ഇതും ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതായിരിക്കും. ഇനി ഏകദേശം ഒരു 3 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് ആയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ നമ്മളൊരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. 3 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അതിന് മുന്നേ നമ്മൾ അൺമോൾഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കിട്ടിയേക്കണേന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ലെമൺ യെല്ലോ കളർ മാതിരിയാണ് തോന്നുന്നത്, പക്ഷേ ഇതല്ലാട്ടോ ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നീമിൻ്റെ ജെല്ല് വെച്ചിട്ടുള്ള സോപ്പ് വരുന്നത്. നമ്മൾ കൂടുതലും ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പം നമ്മൾ ജ്യൂസ് വെച്ച് ചെയ്തിട്ടുണ്ട് ആര്യവേപ്പിൻ്റെ സോപ്പ്, അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ആ ഒരു എക്സ്ട്രാക്റ്റ് വെച്ച് എങ്ങനെയാണ് സോപ്പ് ചെയ്യണേന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജെല്ല് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനത്തെ നമ്മുടെ ജെല്ല് വെച്ചിട്ടുള്ള ആര്യവേപ്പിൻ്റെ സോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എല്ലാ സോപ്പിൻ്റെയും വെയിറ്റൊക്കെ നോക്കുന്നുണ്ട്. ചില സോപ്പുകൾ ഒരു 88, 89, പിന്നെ 90 അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എല്ലാ സോപ്പിൻ്റെയും വെയിറ്റ് നോക്കിയതിന് ശേഷം ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചത് കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ കളർ വരുന്നത്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ലെമൺ യെല്ലോ മാതിരിയായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത്. ഇപ്പോഴും കുറേ കൂട്ടുകാർ ചോദിക്കുന്നതാണ് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സോപ്പിന് കട്ടിയില്ല, പതയില്ല എന്നൊക്കെ ഉള്ളത്. നമ്മൾ എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എടുക്കുന്ന മെഷർമെൻറ്റും കറക്റ്റ് ആണെങ്കിൽ സോപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് തന്നെ നോക്കിക്കേ, നല്ലൊരു ഗ്ലാസ് മാതിരി നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ മുകളിലൂടെ നോക്കുമ്പോൾ നമ്മുടെ കൈവിരലുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ സോപ്പും പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പിൻ്റെ pH ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് pH സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു യെല്ലോ കളർ പേപ്പറാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ആ സോപ്പിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പതപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സോപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു pHൻ്റെ സ്ട്രിപ്സ് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കുന്ന ടൈമിൽ ആ ഒരു നമ്മളെടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ കളർ മാറി വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രിപ്പിൻ്റെ കളർ നോക്കിക്കേ, ഇതുപോലത്തെ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു pH ഷീറ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ 7 ആണ് കേട്ടോ നമ്മുടെ ഒരു pH സ്ട്രിപ്സ് വന്നിരിക്കുന്നത്. നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. പിന്നെ കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ ഉപയോഗിക്കാമോ എന്നുള്ളത്. അന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ് pHും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. പിന്നെ നമ്മുടെ സോപ്പിൻ്റെ പതയുണ്ടോയെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ pH നോക്കിയിട്ടുണ്ടായിരുന്ന ആ സോപ്പ് തന്നെ എടുത്ത് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളൂ കേട്ടോ സോപ്പിൻ്റെ പതയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ സോപ്പിൻ്റെ പതയും കാര്യങ്ങളെല്ലാം വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ലും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സോപ്പിൻ്റെ pHും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് അന്ന് തന്നെ യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നീമിൻ്റെ ജെല്ല് വെച്ചിട്ടുള്ള സോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDs വഴിയുമാണ് അയച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലിപ് ബാമിനുള്ള മെറ്റീരിയൽസും ലിപ് ബാം റീസെയിൽ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെയിനായിട്ടും വേമ്പാലപ്പട്ടയുടെയും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടിൻ്റെയും ലിപ് ബാമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.